It's okay. Please. മാഡം, ഈ ആപ്ലിക്കേഷൻ ഇത് സാറിനെ കാണിക്കണം. ഇവിടെ സൈൻ ചെയ്യണം. പിന്നെ ഈ കുളത്തിന് താഴ്ത്തും. ഈ ഷർട്ട് നന്നായിട്ടുണ്ട്. ഞാനൊരു ഷർട്ട് മേടിച്ചെന്ന ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തേക്ക്. എന്ത് ഷർട്ടോ? ഈ ലെറ്റർ ചെല്ലേ. ഇത് പുതിയ ആപ്ലിക്കേഷനാ. ആള് പുറത്തു വന്നിട്ടുണ്ട്. ജൂലി? യെസ്. എന്റെ പേരെങ്ങനെ? ഇരിക്കൂ. ഈ ആപ്ലിക്കേഷനിലുണ്ട് റോസ് വില്ല കിള്ളിത്താഴത്ത്. ഓ റൈറ്റ്. ഞാൻ അത്ര ചിന്തിച്ചില്ല. ഈ പെർഫ്യൂം ഡയർ? യാ, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. എനിക്കും ഇഷ്ടമാണ്. 10 years ആയി ഞങ്ങൾ ബഹ്റൈനിൽ സെറ്റിൽഡ് ആണ്. ഹസ്സും മോനും അവിടെ. കഴിഞ്ഞ കുറച്ച് നാളായി ബിസിനസ്സൊക്കെ ഡല്ലാ. അതുകൊണ്ട് ഇവിടെ കൂടെ എന്തെങ്കിലും തുടങ്ങാന്ന് വെച്ചു. ഷൈൻ ആൻഡ് സ്മൈൽ ബ്യൂട്ടി പാർലർ. നല്ല പേര്. താങ്ക്സ്. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളോ? സാറിന് എന്തായാലും വേണ്ട. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ജൂലിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓ താങ്ക് യു സർ. സാറിൻ്റെ നമ്പർ 9475 29990. 8 അല്ല 7. സോറി. ജൂലിക്ക് കോൺസെൻട്രേഷൻ ഇല്ല. സാറ് തെറ്റിച്ചതാ. താങ്ക് യു സർ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വിളിക്കണം, വിളിച്ചോളൂ. ഷുവർ സർ. നമ്പർ തന്നില്ല. ഓ സോറി, മറന്നു. നോട്ട് ചെയ്തോളൂ സർ. 98470 74575. പഞ്ചായത്തിൽ നിന്നാ. ചിരിച്ചല്ലോ. പഞ്ചായത്തിൽ നിന്ന് കോള് വന്നിട്ട് ചിരിക്കുന്നത് ആദ്യമായിട്ടാ. ഇത്ര അത്യാവശ്യം. മിനിസ്റ്ററെ ഞാൻ വിളിച്ചോളാം. ഹലോ. ഹായ് സർ, ഞാൻ ജൂലിയ. മനസ്സിലായി. എന്റെ കോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? യെസ്. വൈ? അപ്പേ ചായ. ഇപ്പൊ വേണ്ട. അതെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് വിളിച്ചാൽ മതിയോ? ഇറ്റ്സ് ഓക്കെ സർ. സാർ വിളിച്ചോളൂ. ഞാൻ എപ്പോഴും ഫ്രീയാ. ബൈ. ബൈ സർ.
ജോസ്മോൻ ഇന്ന് പോവാണോ? അവൻ പോണോന്നും പറഞ്ഞ് മുള്ളേ നിക്കുവാ. ഉന്നച്ചായന്റെ വായിരിക്കുന്നതെന്ന് കേക്കും, അതുറപ്പാ. പോയിട്ട് ഒരുപാട് കാര്യമുണ്ട് ആന്റി, അതാ. ഓ, അച്ചായൻ സമ്മതിക്കത്തില്ല, നീ നോക്കിക്കോ. മോള രേഷ്മ. അറിയാം. ജിനി ഇവള് ഒരു സ്കൂളിലാണ് പഠിക്കണേ, പക്ഷെ ഒരു ക്ലാസ്സിലല്ല. പറഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പോഴും രണ്ടാളും ഒരുമിച്ചാ. അതും പറഞ്ഞിട്ടുണ്ട്. ഉന്നച്ച സാർ എന്തേ? കുളിക്കാൻ കയറിയിരിക്കാം. ഇനിയിപ്പൊ കലാപരിപാടി തുടങ്ങണമല്ലോ. ഓ, അതാണ് മോളുടെ അച്ഛൻ. അപ്പൊ ഗിരിജാന്റിയുടെ ഓടി നടന്നു. മൂപ്പര് ചൊവ്വയിലും ഞങ്ങള് ഭൂമിയിലോ. ചൊവ്വയിലോ? ആ, ഓഫീസ് വിട്ട് വന്നാലുടൻ കമ്പ്യൂട്ടറിലാ. ആദ്യം നാസ, പിന്നെ ചൊവ്വ. ചൊവ്വയിൽ ഇപ്പൊ വെള്ളം ഉണ്ടോന്നുള്ളതാ മൂപ്പരുടെ ടെൻഷൻ. ഉപഗ്രഹം ഇരട്ട പേര് മിണ്ടാരിടാ. ജോസേ, ഞാൻ ഈ കുപ്പി എടുക്കാം. വിളിക്കുന്നുണ്ട്. ആ ശരി. ഇനിയിപ്പോ മദ്യത്തെ നിന്ദിച്ചു എന്നുള്ള പേര് വേണ്ട. അതെ, ജോസ്മോൻ ഇന്ന് തന്നെ പോണോന്നും പറഞ്ഞ് കിടന്ന് കയറ് പൊട്ടിക്കുക. പൊയ്ക്കോട്ടെ, നേരത്തെ പോയാൽ നേരത്തെ വീടെത്താം. കേട്ടല്ലോ, ആളെയും പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോലായിരുന്നു. നീ പോവെന്ന് പറഞ്ഞ എന്റെ ദേഷ്യം അച്ചായന്. ഓ, അതുകൊണ്ട് തന്നെയാ അങ്ങനെ പറഞ്ഞത്. ആണോ? നമ്മുടെ എന്താണ് പാട്ടൊക്കെ? വെള്ളമടിയാണോ? ഏയ്, അങ്ങനൊന്നുമില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ പെഗ്. അല്ല, വല്ലപ്പോഴും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ? പിന്നെ എന്ന് വെച്ച് എണ്ണം കൂട്ടണ്ട. ഹലോ, ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരുമോ? ഞാൻ നല്ല വൈനൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വരാം. ഞാൻ വരും. വരണം. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും. ബട്ട് ഞാൻ ഹാപ്പി ആണോ എന്ന് എന്റെ ഹസ് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. സാറ് വൈഫിനോട് ചോദിക്കാറുണ്ടോ? പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയോടെ ചോദിച്ചാ. അങ്ങനെ വേണം. അത് നമ്മുടെ കടമയല്ലേ. ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ചല്ലേ, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാണ്. അഗസ്റ്റിന് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ടൈമുണ്ട്. എന്നെ വിളിക്കാൻ മാത്രം ടൈമില്ല. സർ, ഞാനൊരു സത്യം പറയട്ടെ? പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് എപ്പോഴാണെന്ന് പറയട്ടെ? എപ്പോഴാണ്? ഒറ്റയ്ക്കിരുന്ന് കവിത എഴുതുമ്പോ. ജൂലി കവിത എഴുതുമോ? കവയത്രയാ? കവിയത്രയൊന്നുമല്ല, ബ്യൂട്ടീഷ്യനാ. പക്ഷേ സർ, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഞാൻ വിളിക്കാം. എന്തായി? ട്രാക്കിലായ? വീട്ടിലോട്ട് വിളിച്ചു. വീട്ടിലോട്ടാ? വീട്ടിലിറക്കുണ്ട്? ആരുമില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? നാളെ പോവാൻ തീരുമാനിച്ചു. അവൻ ഞാൻ നാളെ ലീവാ. എന്തിന്? കൂടെ വരണ്ടേ? ഇവനെ ആ ഏരിയയിൽ അടുപ്പിക്കില്ല. കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ. അയ്യോ, ജോലി. നീ ഇത് പിടിക്കേ. എനിക്ക് സമയമില്ല. സംയമനവുമില്ല. ആകെ ടെൻഷനായി. അങ്ങനെ ജൂലിയുടെ അനുരാഗാനം പോലെ. നാളെ അഗസ്റ്റിൻ വരും. ഇത്ര പെട്ടെന്ന്? പുള്ളിയുടെ ബ്രദർ ഹോസ്പിറ്റലിലെ ICUയിലാണ്. ഇവിടല്ല, നാട്ടിലാ. അപ്പോ ജോലിക്ക് പോണ്ടേ? ഞാൻ അഗസ്റ്റിന്റെ വീട്ടുകാരുമായി അത്ര ചേർച്ചയിലല്ല. അയ്യോ, അതെന്ത് പറ്റി അങ്ങനെ? അതൊക്കെ ഒരു കഥയാണ് സർ. എന്റെ അഗസ്റ്റിന്റെയും പ്രണയവിവാഹമായിരുന്നു. അന്നു മുതലുള്ള ഇഷ്യൂസാ. അപ്പോ പ്രണയം പണ്ടേ ഉണ്ടല്ലേ? അതെ, ഞാൻ പ്രണയത്തിന്റെ തടവുകാരിയാ. എനിക്കിപ്പം സാറിനെ കാണുന്നുണ്ട്. ഫോണിൽ വീഡിയോ കോൾ ഉണ്ടോ? ഈ ഫോണിലില്ല. വീഡിയോ ഉള്ള ഫോൺ വീട്ടിലുണ്ട്. ആണോ? ഞാൻ നാളെ കാണിച്ചു തരാം. ശരി.